സംസ്ഥാനത്ത് അതിതീവ്ര മഴ വരുന്നു. വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മഴ കനക്കുന്നത് കൂടുതൽ പ്രതിസന്ധിക്കിടയാക്കും. ആതിര കേസുണ്ട്. വിവരങ്ങളുമായി ആതിര, എന്തായാലും ഇനി സംസ്ഥാനം കാത്തിരിക്കുന്നത് അതിതീവ്ര മഴയാണ്. എങ്ങനെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകൾ? സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. 6 ജില്ലകളിലാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം എന്നീ ജില്ലകളിലാണ് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വയനാട് രാവിലെ മുതൽ തന്നെ ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴ കനക്കുന്നതിനാൽ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നാളെയും ശക്തമായ മഴ തന്നെ തുടരുമെന്നാണ് അറിയിപ്പ്. അതുപോലെ തന്നെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന 6 ജില്ലകളിൽ 204 മില്ലിമീറ്റർ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ വയനാട് അടക്കമുള്ള ജില്ലകളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വയനാട് ഇന്നലെ നടന്ന മണ്ണിടിച്ചിൽ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വലിയ ആശങ്കകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. കാർത്തു. ശരി, ആതിരയാണ് വിവരങ്ങൾ നൽകിയത്. മണ്ണിടിഞ്ഞ് ദുരന്തമുണ്ടായ വയനാട് കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണ സ്ഥലത്ത് ഇന്നും തെരച്ചിൽ തുടരുന്നു. ഇനിയും കണ്ടെത്താനുള്ളത് 5 പേരെ. പ്രദേശത്ത് 4 മേഖലകളിലായി തിരച്ചിൽ പരിശോധന തുടരുകയാണ്. മണ്ണിടിഞ്ഞ് അപകടമുണ്ടായ സ്ഥലം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സന്ദർശിക്കും. ഉച്ചയോടെയായിരിക്കും മുഖ്യമന്ത്രി കള്ളാടിയിലെത്തുക. സഹായം കൊണ്ട് തന്നെ 5 ലക്ഷം രൂപ വീതം അവരുടെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ ചികിത്സ നടത്തും. അവരുടെ മൃതശരീരങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കോർഡിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ എത്തിക്കും. അപ്പോൾ മണ്ണ് നീക്കം ചെയ്യാത്തതിൽ ഗുരുതരമായ പാളിച്ച ഉണ്ട്. നീക്കം ചെയ്യാത്തതിൽ അതല്ലേ പരിശോധിക്കുമെന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ അകത്ത് പ്രതികളെ കണ്ടെത്താനൊന്നും ശ്രമിച്ചില്ലല്ലോ. ഒരു ഏജൻസി അന്വേഷിക്കുമ്പോൾ ലെറ്റ് ദം ഇൻവെസ്റ്റിഗേറ്റ്. അപ്പോൾ അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അതുവരെ ആ പണി ഇപ്പം നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ അതിനുശേഷമായിരിക്കും ആരംഭിക്കുന്നത്. അപ്പം അതിൻ്റെ വിശദമായ പഠനം 2 അപകടമുണ്ടായ കാര്യവും അതേ അവസരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും. ഇത് 2 അന്വേഷണമാണ്. 2 തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. ഏറ്റവും കൂടുതൽ എന്നെ CPM അധിക്ഷേപിച്ച വിഷയം തുരങ്കപാത വികസനം തകർക്കാൻ ശ്രമിക്കുന്ന വികസന വിരുദ്ധൻ എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. അതുപോലത്തെ സെൻസിറ്റീവായ ഒരു സ്ഥലത്ത് ഇത് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണമെന്ന് പറഞ്ഞു. അതുല്യ രാമചന്ദ്രനുണ്ട് വിവരങ്ങളുമായി. അതുല്യ, എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപയാണ് ഇപ്പോൾ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ നൽകാൻ ഒരുങ്ങുന്നത്. കൂടാതെ തന്നെ പ്രദേശത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മുഖ്യമന്ത്രി ഉച്ചയോടെ ആയിരിക്കും കള്ളാടിയിൽ എത്തുക. എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? രക്ഷാപ്രവർത്തനം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? കാർത്തു, നിലവിൽ ടി സിദ്ദിഖ്, മന്ത്രിമാരായ ടി സിദ്ദിഖ് അതുപോലെ തന്നെ AP അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുകയാണ്. പക്ഷേ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവിടെ മഴ തുടരുകയാണ്. അതോടൊപ്പം തന്നെ കോടമഞ്ഞിൻ്റെ ഒരു പ്രശ്നവുമുണ്ട്. ഇത് രണ്ടും അതേപോലെ തന്നെ തുടരുന്നത് കാലാവസ്ഥ ഇങ്ങനെ പ്രതികൂലമായി നിൽക്കുന്നത് തിരച്ചിലിനെയും വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്നലെ തൊട്ട് തന്നെ വലിയ മഴ വയനാട്ടിലുണ്ടായിരുന്നു. ഇന്നലെ പ്രഖ്യാപിച്ച
റെഡ് അലേർട്ട് അത് ഇന്നും തുടരുമെന്നാണ് ഭരണകൂടം അറിയിച്ചിരുന്നത്. ഇപ്പോൾ ഇന്നലെ പുലർച്ചെ തൊട്ട് വീണ്ടും അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ തൊട്ട് മഴ ഇങ്ങനെ വിട്ട് പെയ്യുന്നുണ്ടായിരുന്നു എന്നായിരുന്നു രാവിലെ ലഭിച്ച വിവരം. പക്ഷേ മഴ ഒന്ന് കുറഞ്ഞതോടുകൂടിയാണ് വീണ്ടും ഈ തിരച്ചിൽ ആരംഭിച്ചത്. കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ച് അതുപോലെ തന്നെ പുഴയിലേക്ക് വീണ, അതായത് ഈ മണ്ണ് ഒലിച്ചു വരുമ്പോൾ പുഴയിലേക്ക് വീണ ആ ബസ്, മണ്ണിനടിയിൽ പുതഞ്ഞു പോയ തൊഴിലാളികളെ കൊണ്ടുവന്നിരുന്ന ഒരു ബസ് ഉണ്ടായിരുന്നു. ആ ബസ് ഉയർത്തുന്നതിനാവശ്യമായ നടപടികളിലേക്കൊക്കെ കടക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും അവിടെ മഴ പ്രതിസന്ധിയായി നിർത്താതെ പെയ്യുന്നുണ്ട്. വലിയ രീതിയിൽ അതിശക്തമായ മഴ അങ്ങനെയല്ല എങ്കിൽ പോലും ചെറുതായാണെങ്കിലും മഴ നിർത്താതെ പൊടിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ഇത് ഈ മണ്ണിൻ്റെ ഒരു വല്ലാതെ അങ്ങ് പുതഞ്ഞു പോകുന്ന ഒരു രീതിയിലേക്ക് മണ്ണിനെ മാറ്റുന്നത് വല്ലാതെ ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റും ഈ കാഴ്ച പരിമിതി, ഈ കോടമഞ്ഞ് കാരണമുള്ള ഒരു കാഴ്ച പരിമിതിയും അവിടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ കൂടി മാറ്റം വന്നിരിക്കുന്നത്. അതോടുകൂടി ഈ ആശങ്കകൾ ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. കാരണം നമുക്കറിയാം നിലവിലെ ആ മണ്ണിൻ്റെ ഘടന വല്ലാതെ അസ്ഥിരമാണ്, വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു നിലയിലാണ് അവിടുത്തെ മണ്ണ് അല്ലെങ്കിൽ ആ ഒരു ഘടന ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത്തരത്തിൽ മഴ വീണ്ടും കനക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഈ മണ്ണ് വീണ്ടും കുത്തി ഒലിച്ച് വരാൻ ഉള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല മലയോര മേഖലയാണ്, വൃഷ്ടിപ്രദേശത്ത് മഴ പെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ മണ്ണൊലിച്ച് അല്ലെങ്കിൽ ഒരു മലവെള്ളപ്പാച്ചിലിനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനം അത് വീണ്ടും ഒരു ആശങ്കയിലേക്ക് എത്തുകയാണ്. മാത്രമല്ല അവിടെ ഇപ്പോൾ ഈ നേരത്തെ അവിടെ താമസിച്ചിരുന്ന ആളുകളിൽ മാറ്റി പാർപ്പിക്കാൻ ബാക്കി ഉണ്ടായിരുന്ന ആളുകളെ കൂടി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ച വിവരം. നേരത്തെ 75ഓളം കുടുംബങ്ങളെയാണ് അവിടെ ഉണ്ടായിരുന്ന സർക്കാർ പോളിടെക്നിക് കോളേജിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നത്. ഇപ്പോൾ കൂടുതൽ കുടുംബങ്ങളെ, അതായത് നേരത്തെ കൂടുതലായും ഈ അതിഥി തൊഴിലാളികളുടെ കുടുംബങ്ങളെയാണ് അവിടേക്ക് മാറ്റി പാർപ്പിച്ചത്. ഇപ്പോൾ അതിന് പുറമെ മറ്റ് പ്രദേശവാസികളായിട്ടുള്ള ആളുകളെ കൂടി അങ്ങോട്ട് മാറ്റി പാർപ്പിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മീനാക്ഷി വിലാസം സ്കൂളിലെ കുട്ടികളെയും അവരുടെ കുടുംബങ്ങളെയും ഇപ്പോൾ മാറ്റി പാർപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ പ്രദേശത്ത്, അതായത് ഈ കള്ളാടി നിർമ്മാണം നടക്കുന്ന ഭാഗത്തുള്ള മറ്റ് ആളുകൾ, ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്, ഒരു വീട് പൂർണ്ണമായും ഈ മണ്ണിനടിയിൽ പെട്ടുപോയിരുന്നു. അതുപോലെ തന്നെ അപകട സാധ്യതയുള്ള മറ്റ് വീടുകളിലെ ആളുകളെയും മാറ്റി പാർപ്പിക്കാനാണ് ശ്രമം. മാത്രമല്ല പാലത്തിൽ നിന്നും അതുപോലെ തന്നെ ആ പാതയിൽ നിന്നും മണ്ണ് മാറ്റാനുള്ള ശ്രമം അതും കൂടി ഇന്ന് നടക്കുന്നുണ്ട്. പ്രധാനമായും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആളുകളെ കണ്ടെത്തുക എന്നത് തന്നെയാണ് പ്രാഥമിക പരിഗണന. എങ്കിലും നിലവിലെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മഴ കനക്കുന്ന ഒരു മുന്നറിയിപ്പ് കൂടി ലഭിച്ച സാഹചര്യത്തിൽ ഗതാഗതം അത് പുനഃസ്ഥാപിച്ചേ തീരൂ. പ്രത്യേകിച്ചും ചൂരൽമല, അതുപോലെ തന്നെ മേപ്പാടി, അട്ടമല തുടങ്ങിയ പ്രദേശങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഈ അട്ടമല, ചൂരൽമല അതുപോലുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ സ്ഥിരമായി അല്ലെങ്കിൽ നിരന്തരം മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ മഴ ഒരാശങ്കയായി നിലനിൽക്കുമ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് ആളുകൾക്ക് എത്താൻ ഏത് സമയത്തും എത്താൻ സാധിക്കുമെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നിലവിൽ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഈ പാത, അതായത് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായി പാതയിലെയും പാലത്തിലെയും മണ്ണ് മാറ്റുന്ന നടപടികൾ രാവിലെ തന്നെ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ആ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മഴ പൊടിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഒരു വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട്. അത് ഈ മണ്ണ് വല്ലാതെ കുഴങ്ങി ചളി രൂപത്തിലാകുന്നതിന് കാരണമാകുന്നുണ്ട്. അത് ഈ മണ്ണ് മാറ്റാൻ ഒരു ദുഷ്കരമായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇനിയിപ്പോൾ ഇന്ന് ഓറഞ്ച് അലേർട്ട് കൂടി പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നത്. ശരി, എന്തായാലും മഴ തുടരുന്നതാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഒരു തടസ്സം സൃഷ്ടിക്കുന്നത്. നിലവിൽ ഇപ്പോഴും മഴ ഒരു തടസ്സമായി നിലനിൽക്കുന്നു എന്നതാണ് ആശങ്ക ഉണ്ടാക്കുന്നത്. അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിലെ കള്ളാടിയിൽ അലംഭാവം ഉണ്ടായെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അലംഭാവം ആരുടെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. മുൻ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ പദ്ധതികൾ നിലവിലെ സർക്കാരിനും ഉത്തരവാദിത്തമുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതിൽ അലംഭാവമുണ്ടായി എന്ന് ഉച്ചയ്ക്ക് എന്നോട് പറഞ്ഞപ്പോഴും ഞാൻ അതിനെ സംബന്ധിച്ച്
എന്താണ് ഒരു ചേരിതിരിവും ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ അത് കേരള സർക്കാരിൻ്റെ അധീനതയിലുള്ള ഒരു വിഷയമാണ്. അവരത് അന്വേഷിക്കട്ടെ എന്ന് മാത്രമാണ് പറഞ്ഞു. പക്ഷേ അലംഭാവത്തെ സംബന്ധിച്ച് ഇന്നലെ രാത്രിയൊക്കെ ആകുമ്പോഴേക്കും പുതിയ കഥകളൊക്കെയാണ് വരുന്നത്. ഇത് ഞാൻ ഇന്നലെ രാത്രി അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയത് തീർത്തും അലംഭാവം കൊണ്ട് തന്നെയാണ്, ഇത് വിളിച്ചു വരുത്തിയതാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അതിനു വേണ്ടുന്ന നടപടികൾ ഉടനെ കൈക്കൊള്ളും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് മുഖ്യമന്ത്രി പറയട്ടെ. മുഖ്യമന്ത്രി ഉത്തരവാദിത്വത്തോടെ അത് കണ്ടെത്തി അതിന് മറുപടി നൽകും. അത് അദ്ദേഹം പറയട്ടെ. പൂർവ്വ മുഖ്യമന്ത്രിയാണ് ഇത് തുടങ്ങി വെച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലുള്ള മുഖ്യമന്ത്രി അതിന് മറുപടി പറയട്ടെ. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവിലെ ഹൈക്കോടതി വിരുദ്ധ പരാമർശങ്ങളിൽ കോടതി അലക്ഷ്യ കേസ്. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ബിജുവിനെതിരെയാണ് കോടതി അലക്ഷ്യ കേസ് ഫയൽ ചെയ്തത്. അതിരൂക്ഷമായ ഭാഷയിലാണ് കോടതി കെ ബിജുവിനെ വിമർശിച്ചത്. അതുല്യ വിവരങ്ങൾ. കാർത്തു, ഈ പ്രതികളെ പ്രോസിക്യൂഷൻ